സാധാരണ മുടിയില്ലാത്തവർ ഒന്നുകിൽ വിഗ് വെക്കും അല്ലെങ്കിൽ തലമുടി വെച്ച് പിടിപ്പിക്കും. എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ തലമുടി വെച്ച് പിടിപ്പിക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചില നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. തമിഴ്നാട് സർക്കാർ തലമുടി വെച്ച് പിടിപ്പിക്കൽ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾക്ക് മേൽ ഇപ്പോഴത്തെ കർശന നിയമങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മുതൽ ഇത്തരം കേന്ദ്രങ്ങൾ ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും പ്രവർത്തിക്കേണ്ടത്. പ്ലാസ്റ്റിക് സർജറിയിലോ ഡെർമറ്റോളജിയിലോ ഉയർന്ന യോഗ്യത നേടിയിട്ടുള്ളതും മെഡിക്കൽ കൗൺസിലർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ ഡോക്ടർമാർക്ക് മാത്രമേ മുടി വെച്ചുപിടിപ്പിക്കൽ ശസ്ത്രക്രിയ നടത്തുവാൻ ഇനി സാധിക്കുകയുള്ളൂ. ഏറ്റവും അനുയോജ്യമായ ഒരു നിയമം തന്നെയാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യ വിദഗ്ധരുടെ സാന്നിധ്യം നിർബന്ധവുമാണ്. ജീവൻ രക്ഷാ ഉപകരണങ്ങളും അടിയന്തര മരുന്നുകളും ഒരുക്കിയിരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ചെന്നൈ അണ്ണാനഗറിൽ അനധികൃതമായി മുടിവെച്ച് പിടിപ്പിക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് 3 പേർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഈ നിയമം ഇപ്പോൾ ശക്തിപ്പെടുത്തിയിരിക്കുന്നതും. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും തമിഴ്നാട്ടിലെ ഈ നടപടിയും. കോസ്മെറ്റോളജി ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾക്ക് ലൈസൻസ് നിർബന്ധവുമാണ്. രജിസ്ട്രേഷനോ പുതുക്കലിനോ അപേക്ഷിക്കുമ്പോൾ ഡോക്ടർമാർ, നഴ്സുമാർ, ഫാർമസിസ്റ്റുകൾ, അനുബന്ധ ജീവനക്കാർ എന്നിവരുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ, സാനിറ്ററി സർട്ടിഫിക്കറ്റ്, ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ കരാർ, അഗ്നിരക്ഷാ ലൈസൻസ്, വാടക കരാർ തുടങ്ങിയ രേഖകൾ സമർപ്പിക്കുകയും വേണം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി പത്രവും ഫാർമസി, രക്തബാങ്ക് ലൈസൻസുകളും ആവശ്യവുമാണ്. രജിസ്റ്റർ ചെയ്യാത്തവർക്കും അനധികൃത ക്ലിനിക്കുകൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മെഡിക്കൽ കൗൺസിലർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പല ഹെയർ ട്രാൻസ്പ്ലാന്റ് കേന്ദ്രങ്ങളും ബ്യൂട്ടി സലൂണുകളുടെ പേരിലാണ് പ്രവർത്തിക്കുന്നതെന്നും യോഗ്യതയില്ലാത്തവർ ചികിത്സ നടത്തുന്നതായി നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തെറ്റായ ചികിത്സകൾ മരണത്തിന് പോലും കാരണമാകാമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിൻ്റെ ഏറ്റവും അനുയോജ്യമായ ഒരു തീരുമാനം തന്നെയാണിത്. തെറ്റായ ചികിത്സ മൂലം പലർക്കും അംഗവൈകല്യങ്ങളും മരണത്തിന് വരെ കലാശിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇത്തരം ലൈസൻസ് ഉള്ള ഡോക്ടർമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം.